ഹലോ. അപ്പം മുടി നന്നായിട്ട് തന്നെ വളരണം, നല്ല നീളമുള്ള മുടി വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു പായ്ക്കാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു പായ്ക്കിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന 2-3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പായ്ക്ക് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു പായ്ക്കാണ് കേട്ടോ. ഹെയർ ഗ്രോത്ത് നന്നായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പാക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഹെയറിൽ ടാങ്കിൾസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ കോംബ് ചെയ്ത് മാറ്റിയെടുക്കണം. ഇനി നമുക്ക് ഈ ഒരു പാക്കിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നതെന്ന് കാണിച്ചു തരാം. ഈ ഒരു പാക്കിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുത്തേക്കുന്നത് കുറച്ച് മുരിങ്ങയിലയാണ് കേട്ടോ. നമ്മളിവിടെ എല്ലാം എടുത്തേക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് മുരിങ്ങയില, പിന്നെ നമുക്ക് കുറച്ച് കയ്യോന്നി വേണം കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കുറവാണ് കയ്യോന്നി എടുത്തേക്കുന്നത്, നമുക്ക് കുറച്ചും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇനി നമുക്ക് 2-3 ഉള്ളി എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ എന്താണോ അവൈലബിൾ എന്ന് വെച്ചാൽ വലുതോ ചെറുതോ എന്താണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്കാണെങ്കിൽ ഉലുവ വേണം. ഉലുവ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത ഉലുവ വേണം നമുക്ക് ഈ ഒരു പാക്കിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു അളവിൽ കറ്റാർവാഴ എടുക്കണം. നമ്മൾ ഈ ഒരു ലെങ്തിൽ ഉള്ള കറ്റാർവാഴയാണ് എടുത്തേക്കുന്നത്. നമുക്കിനി ഇതെല്ലാം കൂടെ എടുത്ത് എന്ത് ചെയ്യണം, നന്നായിട്ട് തന്നെ അരച്ച് പേസ്റ്റ് ആക്കണം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, കുറച്ച് ചെമ്പരത്തിയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. ചെമ്പരത്തിയുടെ പൂവ് നല്ലതാണ്, പക്ഷെ എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ ചെമ്പരത്തിയുടെ ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ച് നല്ല രീതിയിൽ തന്നെ പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് തന്നെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു പാക്കിൽ ഞാനൊരു കാര്യം സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറിവേപ്പിലയില്ലേ, അപ്പോൾ അതെനിക്ക് കിട്ടാത്തത് കൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുമ്പം അതും കൂടെ ചേർത്തിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഒക്കെ ഒരുപാട് നല്ലതാണ്. ഇപ്പോൾ നമുക്ക് നല്ല നീളമുള്ള മുടി വേണം, നല്ലപോലെ തന്നെ ഹെയർ ഗ്രോത്ത് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ആഴ്ചയിൽ 2 വട്ടം നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ താരൻ്റെ പ്രശ്നം, മുടിയിൽ അല്ലെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിലും ഒക്കെ നമുക്ക് നല്ലപോലെ ഇറിറ്റേഷൻസ് വരുമല്ലോ, ചെറിയ ചെറിയ കുരുക്കൾ, അതേപോലെ തന്നെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് യൂസ് ചെയ്യാം. അതിനും പറ്റിയൊരു പായ്ക്ക് തന്നെയാണ് കേട്ടോ. എല്ലാത്തിനും ഉള്ള പ്രശ്നത്തിൻ്റെ പരിഹാരമാണ് നമുക്ക് ഈ ഒരു പായ്ക്ക് എന്ന് വെച്ചാൽ. നമ്മളിപ്പോൾ ഈ ഒരു പായ്ക്ക് യൂസ് ചെയ്താൽ തന്നെ അറിയാം, നമ്മളിപ്പോൾ എല്ലാം നാച്ചുറലായിട്ടുള്ള നമുക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റുന്ന നമുക്കെല്ലാം അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിത് യൂസ് ചെയ്ത് എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടാനില്ലെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെയൊക്കെ പൗഡേഴ്സും കാര്യങ്ങളുമൊക്കെ അവൈലബിൾ ആണല്ലോ, അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ എപ്പോഴും നമ്മൾ നാച്ചുറലായിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നമുക്കാണെന്നുണ്ടെങ്കിൽ ഹെയറിൻ്റെ ലെങ്തിലും ഒക്കെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്കാൽപ്പിലും ലെങ്തിലും ഒക്കെ ഒരേപോലെ തന്നെ അപ്ലൈ ചെയ്യാവുന്ന ഒരു പാക്കാണ്. ഇപ്പം നമുക്ക് നന്നായിട്ട് തന്നെ മുടി വളർച്ച കൂട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പാക്ക് നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ നമ്മളിങ്ങനെ വെച്ച ശേഷം മാത്രം കഴുകിക്കളയാനായിട്ട് നോക്കുക. ഇനിയിപ്പോൾ നമുക്കാണെങ്കിൽ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സ്കാൽപ്പിൽ ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ തണുപ്പിൻ്റെ പ്രശ്നമുണ്ട്, പെട്ടെന്ന് ഇങ്ങനെ നീരിറക്കം വന്ന് പനി അങ്ങനെയൊക്കെ ഉണ്ടാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം നമ്മളിത് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നമ്മളിനിയും ഈ ഒരു പാക്ക് വെച്ചിട്ട് എങ്ങനെയാണ് ഹെയർ വാഷ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് നാച്ചുറലല്ല, നമുക്കിപ്പം എന്താ പറയുക, വെള്ളത്തിൽ, സാധാ വെള്ളത്തിൽ നമുക്കിത് വാഷ് ചെയ്ത് കളയാം. പിന്നെ ഒട്ടും തന്നെ നമ്മുടെ സ്കാൽപ്പിലോ ഹെയറിലോ ഒന്നും വെക്കാതിരിക്കുക. അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് എന്താ പറ്റുക, നമുക്ക് താരൻ ടിഷ്യൂസൊക്കെ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം നമ്മളിത് കഴുകി കളയുമ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ കഴുകി നമ്മുടെ സ്കാൽപ്പിലൊന്നും ഇങ്ങനെ ഒട്ടിയിരിക്കാത്ത രീതിയിൽ വേണം നമ്മൾ കഴുകി കളയാൻ വേണ്ടിയിട്ട്. അപ്പം നന്നായിട്ട് തന്നെ വൃത്തിയാക്കി വെക്കാനായിട്ട് നോക്കുക. പിന്നെ നമുക്ക് മൈൽഡ് ഷാമ്പു യൂസ് ചെയ്യണം, അത്ര നിർബന്ധമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മൈൽഡ് ഷാമ്പു യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉള്ളി ഇട്ടത് കൊണ്ട് തന്നെ ചെറിയൊരു ഉള്ളിയുടെ സ്മെല്ലൊന്നും ഇഷ്ടമല്ലാത്തൊരു, ഒരുപാടങ്ങ് സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ചെറിയൊരു സ്മെല്ല് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഷാമ്പു ഇട്ടേ പറ്റത്തുള്ളെന്നുണ്ടെങ്കിൽ മൈൽഡ് ഷാമ്പു യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്കിത് ആഴ്ചയിൽ 2 വട്ടം അല്ലെന്നുണ്ടെങ്കിൽ 1 വട്ടമെങ്കിലും നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു പാക്കാണ്. അപ്പം നമുക്ക് നന്നായിട്ട് തന്നെ ഹെയർ ഗ്രോത്ത് വേണം, നല്ല നീളമുള്ള മുടി ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്താ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു പാക്കാണ്. അപ്പോൾ ഇത് ആരും സ്കിപ്പ് ചെയ്യേണ്ട. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താണെങ്കിലും റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പാക്കാണ്.